നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഓഗസ്റ്റ് മാസം ആദ്യം. ഇന്ന് ഓഗസ്റ്റ് 6. നമ്മുടെ ചാനല് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഓരോ മാസവും ഫസ്റ്റ് ഒരു 10th ഡേറ്റ് വരെ ചെയ്യേണ്ട വഴിപാട് മുറകള്, പതിവുകള്, മീൻസ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചില വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു വരികയാണ്. ഓരോ മാസത്തിന്റെ ഫസ്റ്റ് വീക്ക്, അതും വർഷത്തിന്റെ ഫസ്റ്റ് വീക്ക്, മീൻസ് ദൈവം നമുക്ക് തരുന്ന മറ്റൊരു അവസരം. ആ അവസരം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ ഫസ്റ്റില് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ചില വഴിപാടിന്റെ അറിവുകളും അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നേ പകർന്നു തരുന്നത്. കഴിഞ്ഞ മാസത്തില് ചില പേർക്ക് നല്ല അനുഭവങ്ങളും ഒരു ചില പേർക്ക് എന്നാൽ ചില കശപ്പുള്ള, അതായത് മോശമായ അനുഭവങ്ങളും നടന്നിട്ടുണ്ടാവാം. എന്നാല് ഇന്ന് ഈ ദിവസം ഓഗസ്റ്റ് മാസത്തില് എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ തരണം, നല്ല ഒരു ഉടൽ ആരോഗ്യത്തെ, നല്ല ഒരു പണവരവിനെ നമുക്ക് വന്ന് പണം അള്ളിക്കൊടുക്കണം, നല്ല ഒരു ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ഈ പതിവിനുള്ളിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. വിശ്വാസം എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. ഇന്ന് രാത്രി ഉറങ്ങാൻ പോയാല് നമ്മള് നാളെ രാവിലെ തീർച്ചയായും എണീക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടെയാണ് എല്ലാവരും ഉറങ്ങാൻ പോണത്. സോ ആ വിശ്വാസമാണ് നമ്മുടെ ചാനല്. പലതും ഓരോരുത്തർ ചെയ്യേണ്ട ചെറിയ ചെറിയ വിഷയങ്ങള്, അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിക്കും. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ കാലഘട്ടത്തില് പണം എന്നത് ഓരോരുത്തരുടെയും ഉയർ, മീൻസ് ശ്വാസം ആയി മാറിയിരിക്കുകയാണ്. പണത്തിന്റെ അത്യാവശ്യത്തെ എല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോരോ ദിവസവും അത് അറിഞ്ഞിട്ടിരിക്കുകയാണ്. പണം പത്തും ചെയ്യും, പണം പാതാളം വരെയും പായും. പണം എന്ന് പറഞ്ഞാല് പൊണം, മീൻസ് ജഡം, അതായത് ഡെഡ് ബോഡി കൂടെ വായി തുറക്കുമെന്നാണ് പണത്തെക്കുറിച്ച് പറയാറുള്ളത്. ശരിയല്ലേ? അങ്ങനെ പറയൂല്ലേ? പണം പന്തിയിൽ ഗുണം കുപ്പയിൽ എന്ന് പറയും. ഇതൊക്കെ പഴമക്കാർ പറയുന്നതാണ്. അതെ, നമുക്ക് നോക്കിയാല് പണം ആരുടെ കയ്യിൽ ഇരിക്കുന്നുവോ അവർക്കാണ് ഈ സമൂഹത്തില് മര്യാദ, മീൻസ് മതിപ്പ്, ഗൗരവം, ഇത് എല്ലാമേ ഇരിക്കുന്നത്. നല്ല ഗുണം വച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഗുണം, ഞാൻ ഒത്തിരി നല്ലവൻ, എനിക്ക് 1 കിലോ ശർക്കര തരൂ, എനിക്ക് 1 കിലോ അരി തരൂ എന്ന് പോയി കടയിൽ ചോദിച്ചാല് പണം കൊടുക്കാതെ അത് ആരെങ്കിലും തരുമോ? ആരും തരില്ല. ആരും ഈ കാലഘട്ടത്തില് പണമില്ലാതെ ഒന്നും തരത്തുമില്ല. നമുക്ക് പണമില്ലാതെ ജീവിക്കാനും പറ്റില്ല. സോ ഒരു കാര്യം പറയില്ലേ, കയ്യിലെ കാശ് വായിലെ ദോശ എന്ന് പറയുന്ന മാതിരി പണം തല നമ്മുടെ എല്ലാ വിഷയങ്ങളും ഈ കാലത്തില് വന്ന് നമുക്ക് സാധിച്ചു തരും. ആ പണത്തെ നാം എങ്ങനെ നേർമയായ വഴിയിൽ, അതായത് ഡയറക്റ്റ് വേയില് നമ്മുടെ വശത്തേക്ക് അട്രാക്ട് ചെയ്യിക്കും, ആകർഷിച്ചു കൊണ്ടുവരും. നമ്മൾ എങ്ങനെ നമ്മുടെ കൈകളിൽ പണം, നമുക്ക് ആവശ്യമുള്ള അളവിന് പണം, അത് ഒരു കാന്തമായിട്ട് മാറ്റാൻ പറ്റും എന്ന്, നമുക്ക് അത് എങ്ങനെയാണ് കാന്തമായിട്ട് പണം വലിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ പതിവില് ഞാനൊരു ചെറിയ വാക്യത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വിഷയങ്ങള്
എല്ലാമേ എപ്പോൾ വർക്കൗട്ട് ആവുമെന്ന് നോക്കിയാല് നിങ്ങളുടെ കഠിനാധ്വാനം 100% അല്ല, 200% ഇരിക്കണം. നിങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും, അതായത് ഹാർഡ് വർക്കും വിടാതെയുള്ള ആത്മവിശ്വാസവും, ഏതൊരു പ്രശ്നം വന്നാലും നഷ്ടപ്പെടുത്താതെ ചോർന്നു പോകാത്ത ഒരു മനസ്സ്, ഇത് ഇല്ലേല് അടുത്തത്, ഇന്നേക്ക് സെറ്റ് ആയില്ലേല് നാളേക്ക് തീർച്ചയായും അതെനിക്ക് സെറ്റ് ആകും, നാളേക്കും സെറ്റ് ആയില്ലേല് നെക്സ്റ്റ് അടുത്ത ദിവസം എനിക്കത് കിട്ടും, അന്ന ഒരു തീർച്ചയായ ഒരു ദൃഢവിശ്വാസം, അങ്ങനെ ഇരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇപ്പോൾ വന്നിട്ട് നിറയെ സ്വിച്ച് വേർഡ്സ് ഇരിക്കുന്നത്, അതായത് ഏഞ്ചൽ വേർഡ്സ് ഇതും ഇരിക്കുന്നുണ്ട്. ഈ സ്വിച്ച് വേർഡ്സ് ആരാണ് ഒരാള് അത് 100% വിശ്വസിച്ച് ചെയ്താല് അവർക്ക് ഫലം വന്നിട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഓരോരോ വാക്യങ്ങളും ഓരോരോ മന്ത്രങ്ങളും എങ്ങനെ വർക്കൗട്ട് ആവും എന്നാണ് നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്? ആ അതിരുകള് നമ്മുടെ ആഴ്മനസ്സിൽ, അതായത് നമ്മുടെ അകമനസ്സിലോട്ട് പോയി ചേരും. നമുക്ക് വന്നിട്ട് 2 മനസ്സാണ് ഇരിക്കുന്നെന്ന് അറിയാലോ, അകമനസ്സ് പുറമനസ്സ്, മീൻസ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ അല്ലേ? ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് നമ്മൾ ഉറങ്ങുമ്പോളെ അത് വർക്ക് ചെയ്യുള്ളൂ. അതിന് നല്ലത് ഏത് ചീത്ത ഏത് എന്നൊന്നും പിരിച്ചു നോക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ ഒന്നിനെ ആഗ്രഹിച്ചാല് അത് നിങ്ങൾക്ക് നടത്തി കാണിക്കാൻ കൂടിയ ശക്തി ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇരിക്കുന്നുണ്ട്. സോ അതിനാലെ നിങ്ങൾ ഒത്തിരി ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ എല്ലാം മനസ്സിൽ കരുതി പറയേണ്ടത്. എപ്പോഴും നല്ലത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതണം. നിങ്ങളിപ്പോ ഒരു കാര്യം വിചാരിക്കുകയാണ് മനസ്സിൽ, എനിക്ക് നല്ല ഒരു ജോലി കിട്ടുമെന്ന് നിങ്ങൾ ഒരു വിഷയത്തെ മനസ്സിൽ കരുതിയാല് അതില് നിങ്ങൾ 100% പോസിറ്റീവായിട്ട് കരുതിക്കൊള്ളണം. എന്നാല് അതിവിടെ ഇന്നേക്ക് വന്ന് നല്ല മനസ്സോടെ എനിക്ക് നല്ല ജോലി കിട്ടും എന്ന് കരുതിയിട്ട് നാളേക്ക് തന്നെ രാവിലെ വന്നിട്ട് എണീറ്റ ഉടനെ അയ്യോ എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്താ ചെയ്യുക, അങ്ങനെ നിങ്ങൾ 1% ആവത് നെഗറ്റീവായിട്ട് കരുതിയാൽ കൂടെ നിങ്ങളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ അത് വന്ന് കുഴപ്പത്തിലായി പോവും. സബ് കോൺഷ്യസ് മൈൻഡില് നിങ്ങൾ എന്തിനാഗ്രഹിക്കുന്നു എന്നത് കുഴപ്പത്തിലായി പോകുന്നു. തിങ്കിങ് അത് വന്നിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കണം, ക്ലിയർ കട്ട്, കറക്റ്റ് ആയിട്ട് എനിക്ക് നല്ല ജോലി, എന്നാൽ അത് മാത്രം നിങ്ങളുടെ മനസ്സിൽ കരുതിയിട്ടിരിക്കണം. സോ നമ്മള് മനസ്സിൽ കരുതുന്നത്, എഴുതുന്നത്, ഇത് എല്ലാമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് രജിസ്റ്റർ ആകും. അതിനാലെയാണ് നിങ്ങൾ പറയുന്നതിനേക്കാളും എഴുതുന്നതിന് അധികം പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒരു വിഷയത്തെ നിങ്ങൾ എഴുതുമ്പോൾ അത് വന്നിട്ട് ഇന്നും ആണി അടിച്ചത് മാതിരി നിങ്ങളുടെ ആഴ്മനസ്സിൽ, മീൻസ് ഉൾമനസ്സിൽ പോയി പതിയും, അവിടെ തന്നെ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നിങ്ങൾ ഓഗസ്റ്റ് മാസം എടുത്താല് ഈ പതിവ് നിങ്ങൾ കണ്ടാലും ശരി, ഇന്ന് കണ്ടില്ലെങ്കിൽ നെക്സ്റ്റ് വേറൊരു ദിവസമാണ് കാണുന്നതെങ്കിൽ ശരി, ഇപ്പോ അത് 8-ാം തീയതിയോ അതല്ല 9-ാം തീയതിയോ അതുമല്ല 10-ാം തീയതി കണ്ടാലും ശരി, നിങ്ങൾ അന്ന് തൊട്ട് ഇത് എഴുതാൻ തുടങ്ങണം. എത്ര നാൾ എഴുതണം എന്നെല്ലാം ഒരു കണക്കുമില്ല. നിങ്ങൾക്ക് എപ്പോഴെല്ലാം നേരം കിട്ടി ഓർമ്മ വരുന്നുവോ, നിങ്ങൾ പ്ലസന്റ് ആയിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാത്തിലുമേ നിങ്ങൾ ഈ ഒരു ചെറിയ വരിയെ, വാക്യത്തെ 3 times എഴുതിക്കോളുക. പിന്നെ വേറൊന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് സാധിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് ആവത്തുള്ളൂ. പിന്നെ ഇത് എഴുതണമെന്ന് പറഞ്ഞല്ലോ, അത് കോഡിട്ട ബുക്ക് എന്നോ ഇനി കോഡിടാത്ത ബുക്കെന്നോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കിൽ എഴുതാവുന്നതാണ്.
അതുപോലെ പെന്നിന്റെ കളറോ, അത് സ്കെച്ചാണോ മാർക്കറാണോ, ഇതും ഒന്നും നോക്കണ്ട. ഇതൊന്നും മുഖ്യമേ അല്ല. ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നത് ഒരു ചില മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറയും ഗ്രീൻ കളർ പെൻ തന്നെ യൂസ് ചെയ്യണം, റെഡ് യൂസ് ചെയ്യണം എന്ന്. പക്ഷെ ഇതിന് അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഡൗട്ട് വരും, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓർത്തോളുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മുഴുമനസ്സോടെ വിശ്വാസത്തോടെ ഈ വരികൾ നിങ്ങൾ എഴുതുന്നതാണ്. അതാണ് വന്നിട്ട് ഒത്തിരി മുഖ്യം. ശരിയാ? നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കിട്ടയും മാനിഫെസ്റ്റേഷൻ നോട്ട് ഇരിക്കും. സോ ആ മാനിഫെസ്റ്റേഷൻ നോട്ടിൽ ഇൻ കേസ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു വരയിട്ടതോ വരയിടാത്തതോ ആയിട്ടുള്ള ഒരു 80 പേജസിന്റെ ബുക്ക് വാങ്ങി വെച്ചോളുക. ദെൻ നിങ്ങൾ ഈതർ രാവിലെ ഉറക്കം എണീറ്റ ഉടനെ, അതായത് അരമയക്കത്തിലിരിക്കുന്നില്ലേ ആ നേരത്ത്, ഓർ ആ ടൈം നിങ്ങൾക്ക് പറ്റില്ലാച്ചാല് നൈറ്റ് എല്ലാ ജോലിയും തീർത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇത് എഴുതിയിട്ട് ഡയറക്റ്റ് നിങ്ങൾ ബെഡിലേക്ക് പോയിക്കോളുക. രാത്രി ചെയ്യുന്നവര് പിന്നെ TV കാണാനോ ഫോൺ ഞോണ്ടാനോ ഇതൊന്നും നോക്കിയിട്ടിരിക്കാനോ പാടില്ല. അങ്ങനെ ഉള്ള ടൈമില് ഈ ഒരു വരിയെ നിങ്ങൾ 3 തവണ എഴുതി വെക്കുക. ഇത് വന്നിട്ട് എല്ലാ ദിവസവും എഴുതാവുന്നതാണ്. നോൺ വെജ് കഴിച്ചു, പീരീഡ്സ് ടൈം, അതെല്ലാം ഒന്നും ഒരു കണക്കും ഇല്ല. അതിനൊന്നും ഒരു വിധിവിലക്കോ ഒന്നും ഇല്ല. മീൻസ് നോ പ്രോബ്ലം, നോ റെസ്ട്രിക്ഷൻസ്, എല്ലാവർക്കും എഴുതാം. ഇപ്പോ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുകയാണെങ്കിൽ ഒരു നോട്ട് എടുത്തിട്ട് പോയി ഇത് കണ്ടിന്യൂ ചെയ്തോളുക. നിങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്താലും എഴുതാം. നിങ്ങളുടെ ബന്ധുവിന്റെ വീട്ടിലാണെങ്കിലോ ഫ്രണ്ടിന്റെ വീട്ടിലാണോ തങ്ങുന്നതെങ്കിലോ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ എഴുതാവുന്നതാണ്. ആസ് യൂഷ്വൽ എങ്ങനെയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് ചെയ്യാവുന്നതാണ്. സോ ധാരാളമായിട്ട് നിങ്ങളിത് എഴുതിക്കൊള്ളുക. ഇപ്പോൾ നമ്മൾ എഴുതേണ്ട ആ മുഖ്യമായ ഒരു വരി ഏതാണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇതൊന്ന് ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. പറഞ്ഞൂലോ, ഫസ്റ്റ് വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തിലോട്ട് പോകണമെങ്കിലും അത് പോകേണ്ടിയത്. നോട്ട് ചെയ്തോളൂ. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ബിക്കമിങ് റിച്ചർ. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ബിക്കമിങ് റിച്ചർ. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ബിക്കമിങ് റിച്ചർ. ദിവസേന എല്ലാ വകയിലും ഞാൻ പണക്കാരനായി മാറും. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണേലും എഴുതാം. നിങ്ങൾ നോക്കിയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൺവീനിയന്റ് ആയ ലാംഗ്വേജ് നോക്കിയിട്ട് അത് നിങ്ങൾ എഴുതിക്കൊള്ളുക. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ബിക്കമിങ് റിച്ചർ. ഞാൻ പണക്കാരനായിട്ട് ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇത് മാത്രം നിങ്ങൾ ആഴമായ വിശ്വാസത്തോടു കൂടി ഒരു 3 ടൈംസ് എഴുതിക്കൊള്ളുക. നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ഏതിൽ എഴുതാൻ തോന്നുന്നുവോ അതിൽ എഴുതിക്കൊള്ളുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് കംഫർട്ടബിൾ ആണോ അതിൽ എഴുതിക്കൊള്ളുക. പെന്നിന്റെ കളറോ നോട്ടോ ഒന്നും മുഖ്യമല്ല. ഇനി ഡയറി ഇരിക്കുന്നു ഞാൻ അതിൽ എഴുതിക്കോട്ടെ എന്ന് വെച്ചാൽ ധാരാളമായി നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾ ഏത് വെച്ച് എഴുതുന്നെന്നോ ഏതിൽ എഴുതുന്നെന്നോ എന്നുള്ളതല്ല മുഖ്യം. നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്നതാണ് മുഖ്യം. ഇപ്പൊ 2 ദിവസം മറന്നുപോയി വീണ്ടും കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായി കണ്ടിന്യൂ ചെയ്തോളുക. ഇതിൽ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ദിവസം രാവിലെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം എഴുതിക്കോളൂ, അതും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് എന്ത് കൺവീനിയന്റോ അത് നിങ്ങൾ ചെയ്തോളുക. പക്ഷെ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് ഇഷ്ടപ്പെട്ടാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.